ഒരുപോലെ തയ്യാറെടുപ്പ് നടത്തി ഏകാഗ്രതയോടെയും പരിപൂർണ സമർപ്പണത്തോടും കൂടിയാണ് കളരി അഭ്യസിക്കുക. കേരളത്തിന്റെ പൈതൃകത്തോടും സംസ്കാരത്തോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ആയോധന കല ആയുർവേദ തത്വങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ BAMS വിദ്യാർത്ഥികളിലേക്ക് കളരിയുടെ പ്രാഥമിക പാഠങ്ങൾ പകർന്നു നൽകാനൊരുങ്ങുകയാണ് കോളേജ് അധികൃതരും മാധവമഠം CVN കളരിയും. ആയുർവേദത്തിന്റെ തന്നെ വളരെ തനതായ രീതികൾ ഉൾക്കൊള്ളുന്ന ഒരു മാർഷ്യൽ ആർട്ടാണ് കളരി. കളരി ചികിത്സയും ആയുർവേദവുമായിട്ട് വളരെയധികം ബന്ധവുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈ സൂംബ പോലെ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ആയുർവേദ കോളേജുകളിൽ ഒരു കളരി അഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകിക്കൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. സ്വയം പ്രതിരോധം, ശാരീരികക്ഷമത, മാനസികാരോഗ്യം എന്നിവയെല്ലാം മെച്ചപ്പെടുത്തും വിധമാണ് കളരിയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കളരിപ്പയറ്റിൻ്റെ മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി എന്ന 3 വിഭാഗത്തിലാണ് പെടുത്തുന്നത്. അതിനകത്ത് മെയ്ത്താരി പഠിക്കുന്ന ഒരാൾക്ക് തന്നെ നല്ല ശ്രദ്ധയും നല്ല ഓർമ്മയും മാനസികമായ ഒരു ഏകാഗ്രതയും ഉണ്ടാവും. അപ്പോൾ കുട്ടികളുടെ അത് പഠിപ്പിക്കുമ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളായി അതിപ്പോൾ കോളേജ് വിദ്യാഭ്യാസമായാൽ പോലും അത് പഠിക്കുന്നതിലൂടെ ശരീരത്തെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവും. എങ്ങനെ നമുക്കൊരു ആരോഗ്യത്തെ സംരക്ഷിക്കാം എന്നുള്ളൊരു ആശയം അവരിൽ ഉണ്ടാക്കുക. ദ്യുതി കോളേജ് യൂണിയൻ 2025 യോഗ ക്ലബ്ബ് വഴിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ക്ലാസ് അവറുകൾക്ക് ശേഷം 4:30 മുതൽ 5:30 വരെ ആഴ്ചയിൽ 2 ദിവസം എന്ന നിലയ്ക്കാവും ട്രെയിനിങ് നൽകുക. വാമൊഴികളിലൂടെയും നാടോടിക്കഥകളിലൂടെയും കേട്ടുവന്നതിനുമപ്പുറം പുതുതലമുറയ്ക്ക് കളരിയോടുള്ള സ്നേഹവും ആരാധനയും കൂടുകയാണ്. ഇപ്പോഴിതാ കളരി പോലൊന്ന് പാഠ്യപദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ അതിന്റെ പ്രചാരം ഏറുകയാണ്. ക്യാമറാമാൻ സുജിത് MS-നൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.